നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല രൂപീകൃതമായത് 1957 ജനുവരി 1. തറികളുടെയും ലോറുകളുടെയും നാട്, തെയ്യങ്ങളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് കണ്ണൂർ. ഏറ്റവും നീളം കൂടിയ തീരപ്രദേശമുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ. 3Cയുടെ നാട്, അതായത് സർക്കസ്, കേക്ക്, ക്രിക്കറ്റ് എന്നിവയുടെ നാട് തലശ്ശേരി. കേരളത്തിലെ സർക്കസിൻ്റെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ. കേരളത്തിലെ ആദ്യത്തെ മലയാളം വാർത്താപത്രം രാജസമാചാരം. രാജസമാചാരം 1847 പ്രസിദ്ധീകരിച്ചത് ഇല്ലിക്കുന്ന്, തലശ്ശേരി. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറക്കൽ രാജവംശം. കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് വളപട്ടണം. E.K. നായനാരുടെ ജന്മസ്ഥലം കല്യാശ്ശേരി. അയൽക്കൂട്ടം പദ്ധതി ആദ്യമായി സ്ഥാപിതമായത് കല്യാശ്ശേരി. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ ഭൂരഹിത ജില്ല കണ്ണൂർ. പ്രഖ്യാപിച്ചത് 2013 നവംബർ 1. അറക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആയിക്കര. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ച്. കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ച്. കേരളത്തിലെ 4ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മൂർക്കാപ്പറമ്പ്. അക്ഷരനഗരം പദ്ധതിയിൽ 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് കരിവള്ളൂർ. പഴശ്ശി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ, വളപട്ടണം നദിക്ക് കുറുകെ. പരിയാരം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. പട്ടിണി ജാഥയുടെ നേതാവ് കെ ഗോപാലൻ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക്. വർഷം 1936. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദി പയ്യന്നൂരിലെ ഒളിയത്ത് കടവ്. വർഷം 1930. നേതാവ് കെ കേളപ്പൻ. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ലിംഗാനുപാത ജില്ല കണ്ണൂർ. കേരളത്തിലെ പ്രശസ്തമായ ബീച്ചുകൾ ഒന്ന് പയ്യാമ്പലം ബീച്ച്. പൈതൽ മല ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. കണ്ണൂർ ജില്ലയെ ശിശു സൗഹൃദവും ബാലപീഡന മുക്തവുമാക്കാൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് വാത്സല്യം പ്രോജക്റ്റ്. കണ്ണൂരിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം, തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രം, കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ദിവസവും തെയ്യം കെട്ടിയാടുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ പൂർണ്ണ ശരീര പ്രതിമ സ്ഥാപിച്ചത് തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രം. തെക്കിൻ്റെ ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. അമൃതവർഷിണി ജലസംരക്ഷണ പദ്ധതി ആരംഭിച്ച ജില്ല കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 പണി കഴിപ്പിച്ച കണ്ണൂരിലെ കോട്ട സെൻറ്റ് ആഞ്ചലോസ് കോട്ട. തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പത്രം രാജസമാചാരം. 1857 ജൂണിൽ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം രാജസമാചാരം. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് കണ്ണൂർ. കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ. 2011 സെൻസസ് പ്രകാരം കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടിയ ലിംഗാനുപാതം. എത്രയാണ്? 1036. വടക്കൻ കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്ര നാടോടി കലാരൂപമായ തെയ്യത്തിൻ്റെ കേന്ദ്രം കണ്ണൂർ. 1869 കേരളത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ.
രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്നത് പയ്യന്നൂർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണൻ, കണ്ണൂർ സ്വദേശി. 1924 പാരീസിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിൽ ഹർഡിങ്സിൽ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് CK ലക്ഷ്മണൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് വളപട്ടണം. കണ്ണൂരിലെ പഴശ്ശി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് വളപട്ടണം നദിക്ക് കുറുകെ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദി വളപട്ടണം നദി. വളപട്ടണം പുഴയുടെ തീരത്തെ പ്രസിദ്ധമായ ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. വൈശാഖ മഹോത്സവത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം കൊട്ടിയൂർ ശിവക്ഷേത്രം. ദക്ഷിണേന്ത്യയിലെ വാരണാസി, കൊട്ടിയൂർ. വാഗ്ഭടാനന്ദൻ, AK ഗോപാലൻ, അയ്യത്താൻ ഗോപാലൻ, ആനന്ദതീർത്ഥൻ, മൂർക്കോത്ത് കുമാരൻ തുടങ്ങിയ നവോത്ഥാന നായകന്മാരുടെ സ്വദേശം കണ്ണൂർ. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങളെ വിമർശിച്ച് വാഗ്ഭടാനന്ദൻ രചിച്ച കൃതി കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. വാഗ്ഭടാനന്ദൻ ജനിച്ചത് 1885 തലശ്ശേരിയിൽ. സ്വാമി ആനന്ദതീർത്ഥൻ ജനിച്ചത് 1905 തലശ്ശേരിയിൽ. 1898 ബ്രഹ്മസമാജത്തിൻ്റെ കോഴിക്കോട് ശാഖ ആരംഭിച്ചത് അയ്യത്താൻ ഗോപാലൻ. കാലഘട്ടം 1863 മുതൽ 1949 വരെ. 1936 AK ഗോപാലിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നയിക്കപ്പെട്ട ജാഥ പട്ടിണി ജാഥ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ പൂർണ്ണ ശരീര പ്രതിമ സ്ഥാപിച്ചത് തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലത്ത്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും നീളം കൂടിയ തീരപ്രദേശം കണ്ണൂർ, 82 കിലോമീറ്റർ. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമായ ആറളം വന്യജീവി സങ്കേതം സ്ഥാപിതമായത് 1984. കണ്ണൂരിലെ ധർമ്മടം ദ്വീപിൻ്റെ 3 വശവും അഞ്ചരക്കണ്ടി നദി. 4-ാം വശത്ത് ചുറ്റപ്പെട്ടിരിക്കുന്ന കടൽ അറബിക്കടൽ. പറശ്ശിൻകടവ് സ്നേക്ക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. പൈതൽ മല ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കണ്ണൂരിനെയും കൂർഗിനെയും. കണ്ടൽ കാടുകൾ കൂടുതലായി കാണപ്പെടുന്ന ജില്ല കണ്ണൂർ. കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട പരിസ്ഥിതി പ്രവർത്തകൻ കല്ലേൻ പൊക്കുടൻ. AD 1124 അറേബ്യയിലെ മാലിക് ദിനാർ നിർമ്മിച്ചത് മാടായി പള്ളി. പുരാതന മൂഷക രാജ്യത്തിൻ്റെ മുൻ തലസ്ഥാനം ഏഴിമല. ടിപ്പു സുൽത്താൻ പയങ്ങാടി നദിക്കും മൂക്കലിൽ നദിക്കും ഇടയിൽ കണ്ണൂരിലെ ചരക്ക് നീക്കത്തിന് തയ്യാറാക്കിയ കനാൽ സുൽത്താൻ തോട് അല്ലെങ്കിൽ സുൽത്താൻ കനാൽ. 1767 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച അഞ്ചരക്കണ്ടി കറുവാപ്പട്ട എസ്റ്റേറ്റിൻ്റെ മറ്റൊരു പേര് ബ്രൗൺസ് എസ്റ്റേറ്റ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവ എസ്റ്റേറ്റ് അഞ്ചരക്കണ്ടി കറുവ എസ്റ്റേറ്റ്. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ് തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ് സ്ഥാപിതമായത് 1860. മലബാർ ക്യാൻസർ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിക്കടുത്ത് കൊടിയേരിയിൽ. കേരളത്തിലെ കശുവണ്ടിയുടെ മുൻനിര നിർമ്മാതാവ് കണ്ണൂർ. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. കണ്ണൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം 1996. ഇന്ത്യയിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ ബേക്കറി ആരംഭിച്ചത് തലശ്ശേരി. കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമായ അറക്കൽ കുടുംബത്തിന് സമർപ്പിച്ചിരിക്കുന്ന മ്യൂസിയം കണ്ണൂരിലെ അറക്കൽ മ്യൂസിയം. പയ്യന്നൂരിനടുത്ത് ഏഴിമലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെയും പ്രാരംഭ ഓഫീസർ പരിശീലന സ്ഥാപനം
ഇന്ത്യൻ നേവൽ അക്കാദമി INA ഏഴിമല. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന EK നയനാർ ജനിച്ചത് കല്യാശ്ശേരിയിൽ. കമ്മ്യൂണിസ്റ്റ് നേതാവും കേരളത്തിലെ മുൻ മന്ത്രിയുമായിരുന്ന മേലത്ത് രാഘവൻ MVR എന്നറിയപ്പെടുന്ന നേതാവിൻ്റെ സ്വദേശം കണ്ണൂർ. പരിയാരം കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകൻ മേലത്ത് രാഘവൻ. കേരളത്തിലെ സഹകരണ മേഖലയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ 4ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. പിണറായി ഗ്രാമത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന കണ്ണൂരിലെ മണ്ഡലം ധർമ്മടം. കേരളത്തിലെ ആദ്യത്തെ ഖാദി ഫാക്ടറി ആരംഭിച്ചത് കണ്ണൂരിൽ. കണ്ണൂരിൻ്റെ നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം. കേരളത്തിൽ ആദ്യമായി ജനകീയാസൂത്രണം ആരംഭിച്ചത് കല്യാശ്ശേരി 1996 ഓഗസ്റ്റ് 17. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രധാന കേന്ദ്രം തലശ്ശേരി. കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിൽ അറബിക്കടലിന് അഭിമുഖമായി 2452 ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ച ഇന്ത്യൻ നേവൽ അക്കാദമി NAVAC ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. വർഷം 2009 ജനുവരി 8. ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം ഏഴിമല. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.